നമസ്കാരം. പ്രധാന വാർത്തകൾ. വ്രതപുണ്യത്തിന്റെ നിറവിൽ ചെറിയ പെരുന്നാൾ. വിശ്വാസികൾ ഈദുൽ ഫിത്തറിനെ പ്രാർത്ഥനാ നിർഭരമാക്കി. കായംകുളത്തുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത ഈദ്ഗാഹ്. ചെറിയ പെരുന്നാൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി നാടെങ്ങും വിവിധ സംഘടനകൾ രംഗത്ത്. SFI ജില്ലാ സമ്മേളനം ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കായംകുളത്ത്. പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു ഉദ്ഘാടനം ചെയ്യും. തോട്ടപ്പള്ളിപ്പൊഴിയിൽ കുളിക്കുന്നതിനിടെ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് കായംകുളം പുള്ളിക്കണക്ക് സ്വദേശി ദേവനാരായണൻ. വിശദമായ വാർത്തകളിലേക്ക്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെ സന്ദേശവുമായി ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വ്രതാനുഷ്ഠാനത്തിന്റെ പരിസമാപ്തി കുറിച്ചാണ് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. ചെറിയ പെരുന്നാൾ ദിനത്തോടനുബന്ധിച്ച് കായംകുളം MSM കോളേജ് ഗ്രൗണ്ടിൽ സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹ് നടന്നു. ഇർഷാദ് സ്വലാഹി നമസ്കാരത്തിനും ഖുതുബയ്ക്കും നേതൃത്വം നൽകി. ചെറിയ പെരുന്നാൾ ദിനത്തോടനുബന്ധിച്ച് കായംകുളം MSM കോളേജ് ഗ്രൗണ്ടിൽ സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. ഇർഷാദ് സ്വാലഹി നമസ്കാരത്തിനും ഖുതുബയ്ക്കും നേതൃത്വം നൽകി. രാജ്യത്തെ മുസ്ലിം സമൂഹം വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടത്തിൽ വിശ്വാസി സമൂഹം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മഹത്തരമായ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് സർവശക്തനിൽ ഭാരമേൽപ്പിച്ച് മുന്നോട്ട് പോകണമെന്ന് ഇർഷാദ് സ്വാലഹി പെരുന്നാൾ സന്ദേശമായി പറഞ്ഞു. നിർഭയത്വത്തോടെ കഴിയേണ്ട കാലഘട്ടമാണ് ഇത്. ഫാസിസ്റ്റുകളുടെ പ്രവർത്തനങ്ങളിൽ ഭയന്ന് ഉൾവരിയുന്നവരല്ല മുസ്ലിമുകൾ. ജാതി മത വേഷ വർണ്ണങ്ങൾ നോക്കുന്നവരുമല്ല മുസ്ലിമുകൾ. അയലത്തുള്ള ജാതി മതത്തിന് അതീതമായി ഫിത്തർ സക്കാത്ത് നൽകിയിട്ടാണ് ഈദ്ഗാഹിലേക്ക് ഓരോ വിശ്വാസിയും എത്തിയിട്ടുള്ളത്. ഇത് ഇസ്ലാം നൽകുന്ന മഹത്തരമായ സന്ദേശമാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ഉടനെ തന്നെ ദുആഉൽ ഇസ്തിഫ്താഹ് നിർവഹിക്കാം എന്നും അതല്ല തുടർന്നുള്ള തക്ബീറാത്തുൽ ഈദ് പെരുന്നാളിന്റെ തക്ബീറുകൾ കഴിഞ്ഞതിന് ശേഷം ആകാമെന്നും അഭിപ്രായമുണ്ട്. തൽക്കാലം നാം ഇവിടെ സ്വീകരിക്കുന്നത് തക്ബീറുകൾ കഴിഞ്ഞതിന് ശേഷം ദുആഉൽ ഇഫ്തിതാഹ് നിർവഹിക്കും. അതിനുശേഷം ഫാത്തിഹയും സൂറത്ത് മാമൂമുകൾ നിർബന്ധമായും ശ്രവിക്കുകയാണ് വേണ്ടത്. സ്ത്രീകളും കുട്ടികളും അടക്കം പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. CDN ന്യൂസ് കായംകുളം. KNM കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ ഗ്രൗണ്ടിൽ ഈദ്ഗാഹ് നടന്നു. ISM സംസ്ഥാന വൈസ് പ്രസിഡന്റ് നാസർ മുണ്ടക്കയം നേതൃത്വം നൽകി. ചെറിയ പെരുന്നാളിനോട് അനുബന്ധിച്ച് KNM കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ ഗ്രൗണ്ടിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ISM സംസ്ഥാന വൈസ് പ്രസിഡന്റ് നാസർ മുണ്ടക്കയം ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മെ സംബന്ധിച്ചിടത്തോളം ആഗോളതലത്തിൽ മുസ്ലിം ലോകത്തിന് വലിയ പ്രതിസന്ധിയാണുള്ളത്, വലിയ അരക്ഷിതാവസ്ഥയാണുള്ളത്. കാണാതെ പോകാൻ പറ്റില്ല. ആഗോളതലത്തിൽ മുസൽമാന്മാർ പ്രതിസന്ധിയുടെ വറുതിയിലാണുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴും പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് വംശഹത്യയുടെ ഭീഷണികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ഈദ്ഗാഹിൽ പറയാതിരിക്കാൻ പറ്റില്ല. CDN ന്യൂസ് കായംകുളം. കരിയിലക്കുളങ്ങര വാലിയകുളങ്ങര ഷഹീദാർ ജുമാ മസ്ജിദ് ആൻഡ് മദ്രസയിൽ ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിയ പായസ വിതരണം മാതൃകയായി. സഹോദര സമുദായത്തിലെ ഒരു കൂട്ടം യുവാക്കൾ പായസ വിതരണത്തിൽ പങ്കാളികളായി.
സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി കരിയിലക്കുളങ്ങര വാലിയകുളങ്ങര ഷഹീദാർ ജുമാ മസ്ജിദ് ആൻഡ് മദ്രസയിൽ ചെറിയ പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾ നടന്നു. ഇതിനോടനുബന്ധിച്ച് പായസ വിതരണം നടത്തി. സഹോദര സമുദായത്തിലെ ഒരു കൂട്ടം യുവാക്കൾ മധുര വിതരണത്തിന് പൂർണ്ണ പിന്തുണ നൽകി രംഗത്ത് വന്നത് മാതൃകയായി. ജമാഅത്ത് പ്രസിഡന്റ് കെ തങ്ങൾകുഞ്ഞ്, സെക്രട്ടറി മുഹമ്മദ് ജസീൽ, ട്രഷറർ റെജി, വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ, അംഗങ്ങളായ നാസർ, ത്വാഹ, നിയാസ്, സമദ്, ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി. ആശംസകൾ അറിയിച്ചുകൊണ്ട് ചീഫ് ഇമാം മുഹമ്മദ് ഷിയാഖ് ജൗഹരി ആദിക്കാട്ടുകുളങ്ങര പ്രഭാഷണം നടത്തി. CDN ന്യൂസ്, കായംകുളം. പെരുന്നാൾ ദിനത്തിൽ വിരുന്ന് നൽകി ജമാഅത്തെ ഇസ്ലാമി കായംകുളം ഏരിയ ഘടകം മാതൃകയായി. പെരുന്നാൾ ദിനത്തിൽ തെരുവിൽ അലയുന്നവർക്കും അഗതികൾക്കും ഭക്ഷണം നൽകുന്ന പരിപാടിയാണ് നടത്തിയത്. പെരുന്നാൾ ദിനത്തിൽ വിരുന്ന് നൽകി ജമാഅത്ത് ഇസ്ലാമി കായംകുളം ഏരിയ ഘടകം മാതൃകയായി. പെരുന്നാൾ ദിനത്തിൽ തെരുവിൽ അലയുന്നവർക്കും അഗതികൾക്കും ഭക്ഷണം നൽകുന്ന പരിപാടിയാണ് സംഘടിപ്പിച്ചത്. കായംകുളം നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ S. കേശുനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പെരുന്നാൾ ദിനത്തിൽ കായംകുളം പട്ടണത്തിൽ ഒരാൾ പോലും വിശന്ന് കഴിയാൻ ഇടവരരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പെരുന്നാൾ. നമ്മൾ ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ കഠിനമായ ദിനങ്ങൾക്ക് ശേഷമാണ് ഇന്ന് സന്തോഷത്തോടുകൂടി എല്ലാവരും ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി ജനസേവന വിഭാഗം ഏരിയ സമിതി സംഘടിപ്പിച്ച പരിപാടിയിൽ കോർഡിനേറ്റർ KJ സലീം നേതൃത്വം വഹിച്ചു. ജില്ലാ സമിതി അംഗങ്ങളായ U. ഷൈജു, Y. ഇർഷാദ്, അഷ്റഫ് കാവേരി, മുബീർ ഓടനാട്, അനസ് റാഷിദ്, അനസ് പുതുവന എന്നിവർ പങ്കെടുത്തു. കായംകുളത്ത് പെരുന്നാൾ ദിനത്തിൽ ഒരാൾ പോലും പട്ടിണി കിടക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തെരുവിൽ ഉള്ളവരും അല്ലാതെ യാത്രക്കാരായ ആൾക്കാർക്കുമൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡയാലിസിന് വന്നവർക്ക് ഉൾപ്പെടെയുള്ളവരുടെ ഉച്ചഭക്ഷണ വിതരണമാണ് ഇവിടെ നടക്കുന്നത്. CDN ന്യൂസ്, കായംകുളം. ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി BJP ആലപ്പുഴ ജില്ലാ കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് സജീവ് തവക്കലിന്റെ അധ്യക്ഷതയിൽ കായംകുളം തവക്കൽ വീട്ടിൽ ഈദ് സംഗമവും വിരുന്നും സംഘടിപ്പിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ മുഖ്യ ആശംസാ പ്രസംഗം നടത്തി. ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി BJP ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സജീബ് തവക്കലിന്റെ അധ്യക്ഷതയിൽ കായംകുളം തവക്കൽ വീട്ടിൽ ഈദ് സംഗമവും വിരുന്നും സംഘടിപ്പിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ മുഖ്യ ഈദ് ആശംസാ പ്രസംഗം നടത്തി. ത്യാഗത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും സന്ദേശം പുറപ്പെടുവിക്കുന്ന ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൽ എല്ലാവർക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശംസകൾ നേരുകയാണ്. വ്രതശുദ്ധിയുടെ സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന ഈ പുണ്യദിനത്തിൽ ഈ ലോകത്തിന് സമാധാനം നൽകുന്ന തരത്തിലുള്ള ഒരു പുതിയ കാൽവെൽപ്പേക്ക് എല്ലാവരും കടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി പന്തളം പ്രതാപൻ, ദക്ഷിണ മേഖലാ ഉപാധ്യക്ഷൻ D. അശ്വിനിദേവ്, BJP മണ്ഡലം ഭാരവാഹികളായ കൃഷ്ണകുമാർ രാമദാസ്, ജയപ്രകാശ് ഭക്ത്, V. കൃഷ്ണകുമാർ, R. രാജേഷ്, PK സജി, ഉസ്മാൻ കുട്ടി, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ മഠത്തിൽ ബിജു, പാലമുറ്റത്ത് വിജയകുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശിവാനന്ദൻ, വെങ്കടേഷ്, നോർത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ്, അഡ്വക്കേറ്റ് PC റജി, PR നാഗ്, മധു VK തുടങ്ങിയവർ സംസാരിച്ചു. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന മുദ്രാവാക്യം എല്ലാ ഇസ്ലാം മത വിശ്വാസികൾക്കും നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈദാശംസകൾ നേരാനും ഈ പുണ്യദിനത്തിൽ മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കാനുമുള്ള ഈ ഒരു ഒത്തുകൂടലിന് പങ്കെടുത്ത എല്ലാ നേതാക്കന്മാർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. CDN ന്യൂസ്, കായംകുളം. കായംകുളം പെരിങ്ങാല 345 നമ്പർ SNDP ശാഖായോഗത്തിന്റെ ചെപ്പള്ളിൽ മഹാദേവ ക്ഷേത്രത്തിലെ പൂയം തിരുനാൾ മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രതന്ത്രി കൃഷ്ണനാമഠം അജിത്ത് നാരായണൻ ഭട്ടതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി ശ്യാം കൃഷ്ണന്റെ കാർമ്മികത്വത്തിലും കൊടിയേറ്റ് നടന്നു. ചടങ്ങുകൾക്ക് ഭരണസമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. കായംകുളം പെരിങ്ങാല 345 നമ്പർ SNDP ശാഖായോഗത്തിന്റെ വകയായുള്ള ചെപ്പള്ളിൽ മഹാദേവ ക്ഷേത്രത്തിൽ പൂയം തിരുനാൾ മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രതന്ത്രി കൃഷ്ണനാമഠം അജിത് നാരായണൻ ഭട്ടതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി ശ്യാംകൃഷ്ണന്റെ കാർമ്മികത്വത്തിലും കൊടിയേറ്റ് നടന്നു. എട്ടാം തീയതി വരെയാണ് ഉത്സവം നടക്കുന്നത്. ചടങ്ങുകൾക്ക് മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് സുകുമാരൻ ചെപ്പള്ളിൽ, വൈസ് പ്രസിഡന്റ് ശാന്തകുമാർ നിരയിൽ, സെക്രട്ടറി രാജീവ് രാധാകൃഷ്ണൻ ചെപ്പള്ളിത്തറയിൽ, യൂണിയൻ കമ്മിറ്റി മെമ്പർ ഭുവനചന്ദ്രൻ ചെപ്പള്ളിത്തക്കതിൽ, നിർവാഹക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുങ്ങാല മഹാദേവ ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവമാണ് ഇന്നിവിടെ കൊടിയേറ്റോടുകൂടി ആരംഭിച്ചിരിക്കുന്നത്. വളരെ പുരാതനമായ ഒരു ക്ഷേത്രങ്ങളിലൊന്നാണ്. SNDP കായംകുളം യൂണിയൻ്റെ അണ്ടറിൽ വരുന്ന ശാഖയാണ്. ഇന്ന് ക്ഷേത്രമായിട്ട് വളരെ ഉയർന്ന പ്രവർത്തനങ്ങളാണ്. 345
പശ്ചാത്തല നമ്പർ ശാഖയാണ്. ഇത് ആദ്യത്തെ ദിവസമാണ്. ഇന്ന് കുട്ടികളുടെ ഡാൻസ് മറ്റുള്ള പരിപാടികളൊക്കെ ഉണ്ടാകുന്നതാണ്. ഇന്നത്തെ ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീ ഭുവനചന്ദ്രൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കൊടിക്കൂറ എഴുന്നള്ളത്തും പരിപാടികളും ഉണ്ടായിരുന്നു. മറ്റ് വിശേഷങ്ങൾ ഇനിയും 7 ദിവസത്തെ പരിപാടിയുണ്ട്. CD നെറ്റ് ന്യൂസ് കായംകുളം. കായംകുളം കാദിശ ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകയുടെ 2022 ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ ആരംഭിച്ചു. ഇടവക സഹവികാരി ഫാദർ ജോബ് ടി ഫിലിപ്പ് മുഖ്യ അതിഥിയായി. തുമ്പമൺ ഭദ്രാസനത്തിലെ ഫാദർ തോമസ് എം ജോർജ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം കാദിശ ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകയുടെ 2022 OVBS ആരംഭിച്ചു. OVBS പതാക ഉയർത്തൽ ഇടവക സഹവികാരി ഫാദർ ജോബ് ടി ഫിലിപ്പ് നിർവഹിച്ചു. വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യമാണ് യേശു സൗഖ്യമാക്കുന്നു എന്നുള്ളതാണ്. 2 വർഷത്തെ കൊറോണയുടെ മഹാമാരിയുടെ കാലത്തിനു ശേഷം വീണ്ടും കുഞ്ഞുങ്ങൾക്ക് ഒത്തുകൂടുവാനും ദൈവമക്കളായി വളരുവാനുമുള്ള ഒരു വലിയ പാഠ്യ പദ്ധതിയാണ് OVBS. കുഞ്ഞുങ്ങളുടെ മാനസികമായ സന്തോഷങ്ങൾക്കപ്പുറമായി നല്ല ദൈവമക്കളായി വളരുവാനും മൂല്യമുള്ള കുഞ്ഞുങ്ങളും തലമുറയും വാർത്തെടുക്കുവാനും സ്നേഹമുള്ളവരായി പരസ്പര ബഹുമാനത്തോടെ ജീവിക്കുവാനും ഈ OVBS നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നതാണ് അതിൻ്റെ ഏറ്റവും അനുഗ്രഹപ്രദമായ കാര്യം. മുഖ്യ അതിഥിയായി തുമ്പമൺ ഭദ്രാസനത്തിലെ ഫാദർ എം തോമസ് ജോർജും പങ്കെടുത്തു. സൺഡേ സ്കൂൾ കായംകുളം ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ തോമസ് വർഗീസ്, കാദിശ OVBS സൂപ്രണ്ട് കുഞ്ഞുമോൻ കട്ടച്ചിറ, കാക്കനാട് സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ സണ്ണി തോമസ്, OVBS കൺവീനർ റോസി റെജി, ഇടവക ട്രസ്റ്റി കോശി മാത്യു ഓടശ്ശേരി, കാദിശ സൺഡേ സ്കൂൾ അധ്യാപകർ, മാതാപിതാക്കൾ, നിരവധി വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ് കായംകുളം. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലബോറട്ടറിയുടെ ഉദ്ഘാടനം നടന്നു. ഡെപ്യൂട്ടി സ്പീക്കർ ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ലബോറട്ടറിയുടെ ഉദ്ഘാടനം നടന്നു. കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാറാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനം മനുഷ്യന്റെ ആരോഗ്യമാണ്. അതോടൊപ്പം നല്ല വിദ്യാഭ്യാസം, നല്ല താമസം, ശുചിത്വം ഉള്ള അന്തരീക്ഷം, എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും വൈദ്യുതി, ഇങ്ങനെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രാഥമിക സൗകര്യങ്ങളും ചെയ്തു കൊടുത്താണ് കഴിഞ്ഞ ഗവൺമെന്റ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഈ കോവിഡിന്റെ കാലഘട്ടം വന്നപ്പോൾ നമുക്കറിയാം 2019 COVID-19 കേരളത്തിൽ ആരംഭിച്ചു. 2020 നമുക്ക് വ്യാപകമായത്. 2021 2 വർഷക്കാലം. ഇപ്പൊ പതുക്കെ നമ്മൾ അതിന്റെ മോചിതനായി വരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുധാകരക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു. ചെട്ടികുളങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് ലളിത ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമാ കൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഓമനക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ് ചെട്ടികുളങ്ങര. SFI ജില്ലാ സമ്മേളനം ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കായംകുളത്ത് നടക്കും. പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും SFI മുൻ സംസ്ഥാന സെക്രട്ടറി M സ്വരാജ് ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ ഭാഗമായി നിരവധി അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. SFIയുടെ ജില്ലാ സമ്മേളനം മെയ് 4, 5 തീയതികളിൽ കായംകുളം GDM ഓഡിറ്റോറിയത്തിലെ അഭിമന്യു നഗറിൽ നടക്കും. രാവിലെ 9-ന് രജിസ്ട്രേഷൻ ആരംഭിക്കും. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പതാകയുയർത്തലും നടക്കും. 10-ന് ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി AA അക്ഷയ് പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് KM സച്ചിൻ ദേവ് MLA സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിക്കും. മെയ് 4, 5 തീയതികളിൽ കായംകുളത്ത് വെച്ച് നടക്കുക. വർഷങ്ങൾക്ക് ശേഷമാണ് കായംകുളത്ത് വെച്ച് SFIയുടെ ജില്ലാ സമ്മേളനത്തിന് വേദിയാകുന്നത്. ആ സമ്മേളനം വൻപിച്ച് വിജയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കായംകുളത്തൊരു സ്വാഗത സംഘം രൂപീകരിച്ച് അതിൻ്റെ നേതൃത്വത്തിൽ നടത്തിവരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇതിനകം തന്നെ ചില പ്രധാനപ്പെട്ട പരിപാടികൾ സംഘടിപ്പിച്ചു. 50 വർഷം SFI രൂപീകരിച്ച് 50 വർഷം പിന്നിട്ടു. കോവിഡ് കാലമായതുകൊണ്ട് അങ്ങനെ ഒരു സംഗമം നടത്താൻ കഴിഞ്ഞില്ല. അതുകൂടെ കണക്കിലെടുത്ത് പൂർവ്വ നേതാക്കന്മാരുടെ ഒരു സംഗമം കായംകുളത്ത് വെച്ച് നടന്നു. പ്രസിഡന്റ് VA വിനീഷ്, കേന്ദ്ര കമ്മിറ്റി അംഗം ശരത് പ്രസാദ്, വൈസ് പ്രസിഡന്റ് അമൽ സോഹൻ എന്നിവർ പങ്കെടുക്കും. 5-ാം തീയതി വൈകിട്ട് 3:30-ന് വിദ്യാർത്ഥി റാലി ആരംഭിക്കും. തുടർന്ന് മേടമുക്കിലെ G ഭുവനേശ്വരൻ നഗറിൽ നടക്കുന്ന വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും SFI മുൻ സംസ്ഥാന സെക്രട്ടറി M സ്വരാജ് ഉദ്ഘാടനം ചെയ്യും. SFI സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് KM സച്ചിൻ ദേവ്
MLA, പ്രസിഡന്റ് VA വിനീഷ്, അഡ്വക്കേറ്റ് AM ആരിഫ് MP, അഡ്വക്കേറ്റ് U പ്രതിഭ MLA തുടങ്ങിയവർ പങ്കെടുക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി നിരവധി അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുള്ളതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലയിലെ പൂർവ്വകാല SFI നേതൃസംഗമം, വിദ്യാഭ്യാസ സാംസ്കാരിക സെമിനാർ, പതാക ജാഥ എന്നിവ സംഘടിപ്പിച്ചിരുന്നു. സമ്മേളന കാലയളവിൽ SFIക്ക് ജില്ലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലയിലാകെ വ്യാപിപ്പിക്കുവാൻ SFIക്ക് കഴിഞ്ഞു. കോവിഡ് കാലഘട്ടത്തിൽ തെരുവിൽ കഴിയുന്നവർക്കും ദീർഘദൂര യാത്രക്കാർക്കും കോവിഡ് ബാധിച്ചവർക്കും ഭക്ഷണം എത്തിച്ചു നൽകുന്ന പരിപാടി നടത്തി. ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകാനും ജില്ലയിലെ SFIക്ക് സാധിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു. 4-ാം തീയതി രാവിലെ 9 മണിക്ക് ഇതിൻ്റെ രജിസ്ട്രേഷനും മറ്റ് നടപടിക്രമങ്ങളും ആരംഭിക്കും. വളരെയേറെ കാലങ്ങൾക്ക് ശേഷമാണ് SFIയുടെ ജില്ലാ സമ്മേളനം. വളരെ ദൈർഘ്യമേറിയ ദിവസങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു, അനുബന്ധ പരിപാടികൾ സംഘടിപ്പിച്ചു ജില്ലാ സമ്മേളനത്തിലേക്ക് നാം എത്തുന്നത്. പതാക ജാഥ ഉൾപ്പെടെ, സെമിനാർ ഉൾപ്പെടെ, പൂർവ്വ വിദ്യാർത്ഥി നേതൃസംഗമം ഉൾപ്പെടെ അനവധിയായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നാം ഈ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ സമ്മേളനത്തിന്റെ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് KH ബാബുജാൻ, ട്രഷറർ P അരവിന്ദാക്ഷൻ, SFI ജില്ലാ പ്രസിഡന്റ് ജെഫിൻ സെബാസ്റ്റ്യൻ, സെക്രട്ടറി AA അക്ഷയ്, അഡ്വക്കേറ്റ് S സുനിൽകുമാർ, I റഫീഖ് എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം. ജില്ലാ പഞ്ചായത്തിന്റെ ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ വിതരണം ചെയ്യുന്ന പരിപാടി നടന്നു. ഫിഷറീസ് യുവജനകാര്യ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ നൽകുന്നതിന്റെ വിതരണോദ്ഘാടനം നടന്നു. വിതരണോദ്ഘാടനം ഫിഷറീസ് യുവജനകാര്യ മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ഭിന്നശേഷിക്കാരായ നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു വലിയ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഇവിടെ തുറന്നു കുറിക്കുന്നു. ഏതാണ്ട് 46 ലക്ഷം രൂപ ഈ പദ്ധതിക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്ത് മാറ്റിവെക്കുകയും അത് നന്നായി ഭിന്നശേഷിക്കാരായിട്ടുള്ളവർ നമ്മളെപ്പോലെ തന്നെ ഭിന്നത ഇല്ലാത്തവരാണ് എന്നാണ് സാധാരണ പറയുന്നത്. പക്ഷെ അവർക്കൊരു ഭിന്നത ഉണ്ട്, ഭിന്നശേഷിയുണ്ട്. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. ശ്രവണ സഹായികളുടെ വിതരണോദ്ഘാടനം H സലാം MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിപിൻ സി ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലയിലെ സാമൂഹ്യനീതി ഓഫീസർ OA അബിൻ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം. ചേപ്പാട് കന്നിമേൽ ബ്രദേഴ്സ് ഗ്രന്ഥശാല ആൻഡ് വായനശാലയിൽ ആദരിക്കൽ ചടങ്ങ് നടത്തി. സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡോക്ടറേറ്റ് നേടിയ ദമ്പതികളായ ഹരിശങ്കറിനും രോഹിണി S നായർക്കും ആദരവ് നൽകുന്ന ചടങ്ങായിരുന്നു നടന്നത്. ചേപ്പാട് കന്നിമേൽ ബ്രദേഴ്സ് ആൻഡ് ഗ്രന്ഥശാല വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കേരള സർവകലാശാലയിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡോക്ടറേറ്റ് നേടിയ ദമ്പതികളായ ഹരിശങ്കർ S, രോഹിണി S നായർ എന്നിവരെ ആദരിച്ചു. ആദരിക്കൽ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിപിൻ സി ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്നു. എന്നാൽ അവരെ തുടർന്ന് പഠിക്കുവാൻ വേണ്ടി ഇപ്പം ഒരു ഘട്ടം കല്യാണം കഴിഞ്ഞ് വിട്ടുമ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളെ പഠിക്കാൻ വേണ്ടിയുള്ള അനുവാദമൊന്നും ഭൂരിപക്ഷം വീടുകളിൽ കൊടുക്കാറ്. ഇന്ന് ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. വിവാഹത്തിന് ശേഷവും മക്കളെ പഠിക്കാൻ അനുവദിക്കുന്നു, ഭാര്യമാരെ പഠിക്കാൻ അനുവദിക്കുന്നു. അതൊരു മാതൃകയാണ് അല്ലേ? ആ ഒരു മാതൃകയിൽപ്പെട്ടവരാണ് ഇവർ രണ്ടുപേരും. ഭർത്താവ് ഭാര്യയെ കൂടി പഠനത്തിനായി അയക്കുന്നു. അങ്ങനെ വളരെ ചുരുക്കം ചിലരേ ഉള്ളൂ. പക്ഷെ ഇപ്പം എണ്ണം കൂടുതലാണ്. പഴയ കാലങ്ങളിൽ വ്യത്യസ്തമായ എണ്ണം കൂടുതലാണ്. ബ്രദേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് K വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി N ബാലമുരളി കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. S മഹാദേവൻ പിള്ള സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം. AIYF സ്ഥാപക ദിനം ആചരിച്ചു. ഇതോടനുബന്ധിച്ച് പത്തിയൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തൽ നടത്തി. AIYFന്റെ സ്ഥാപക ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി പത്തിയൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തൽ നടത്തി. മേഖലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കാക്കനാട്, അനുപ്രസാദ്, സുഭാഷ്, കൃഷ്ണകുമാർ, നിഷ, ജിതിൻ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം. ബാലസംഘം വേനൽത്തുമ്പി കലാജാഥയ്ക്ക് കായംകുളം ചേരാവള്ളി കോലെടുത്ത് ജംഗ്ഷനിൽ സ്വീകരണം നൽകി. CPM കായംകുളം ഏരിയ സെക്രട്ടറി P അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം വേനൽത്തുമ്പി കലാജാഥയ്ക്ക് കായംകുളം ചേരാവള്ളി കോലെടുത്ത് ജംഗ്ഷനിൽ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടി CPM കായംകുളം ഏരിയ സെക്രട്ടറി P അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കേന്ദ്രങ്ങളിലും 100 കണക്കിന് കുഞ്ഞുങ്ങൾ പങ്കെടുത്തുകൊണ്ടാണ് ഈ കലാജാഥയ്ക്ക് സ്വീകരണങ്ങൾ നൽകി വരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ജാതി മത വർഗീയ ചിന്തകൾക്കെല്ലാം അപ്പുറത്ത് നാടിന്റെ മതേതരത്വവും മതസൗഹാർദ്ദവും മനുഷ്യസ്നേഹവും ഒക്കെ വളർത്തിയെടുക്കാൻ കഴിയത്തക്ക തരത്തിൽ പുരോഗമന ആശയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയത്തക്ക തരത്തിൽ നാട്ടിലെ എല്ലാ തരം തിന്മകൾക്കും അതീതമായി അപ്പുറത്ത് ചിന്തിക്കാൻ കഴിയത്തക്ക തരത്തിൽ കുരുന്നു മനസ്സുകളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ നാട്ടുപുറത്ത് ബാലസംഘം പ്രവർത്തിക്കുന്നത്.
നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട് അത്യധികം ആപൽക്കരമായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ്. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല, നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ്, CPM ചേരാവള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജി അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. എ സൈഫുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഷ്കർ ചേരാവള്ളി സ്വാഗതം പറഞ്ഞു. ലോക്കൽ കമ്മിറ്റി അംഗം VS അനിൽ, കെ സരസ്വതി, ഷീല, ഹരികുമാർ, CPM ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിമാരായ സീത, ഷീബു മുഹമ്മദ്, പൂക്കുഞ്ഞ്, രതീഷ്, നവാസ്, സാബു, SFI ഭാരവാഹികളായ അമീൻ, അൽത്താഫ്, മഹിളാ അസോസിയേഷൻ വാർഡ് കമ്മിറ്റി ഭാരവാഹികളായ സുനിത, ലൈല, ഷമീമ, സുജ, ബിനു, മുംതാസ്, രാജേശ്വരി, വിജയൻ പിള്ള, ഹരിദാസൻ, കുഞ്ഞുമോൻ, തങ്കപ്പൻ എന്നിവർ സംസാരിച്ചു. വേദിയിൽ കോലടുത്ത് ശ്രീഭദ്ര ഗ്രൂപ്പിന്റെ തിരുവാതിര അവതരണവും നടന്നു. കോലടുത്ത് ഡാൻസ് ഗ്രൂപ്പിന്റെ നാടൻ പാട്ടുകളും കുട്ടികളുടെ കലാപരിപാടികളും ഇതിനോടനുബന്ധിച്ച് നടത്തി. കായംകുളം. തോട്ടപ്പള്ളി പൊഴിയിൽ കുളിക്കുന്നതിനിടെ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. കായംകുളം കൃഷ്ണപുരം പുള്ളിക്കണക്ക് പനയ്ക്കൽ PC രാധാകൃഷ്ണൻ രാധാമണി ദമ്പതികളുടെ ഏകമകൻ ദേവനാരായണന്റെ മൃതദേഹമാണ് തോട്ടപ്പള്ളി സ്പിൽവേക്ക് സമീപം പൊഴിയിൽ നിന്നും കണ്ടെത്തിയത്. തോട്ടപ്പള്ളി പൊഴിയിൽ കുളിക്കുന്നതിനിടെ കാണാതായ കായംകുളം കൃഷ്ണപുരം പുള്ളിക്കണക്ക് പനയ്ക്കൽ PC രാധാകൃഷ്ണൻ രാധാമണി ദമ്പതികളുടെ ഏകമകൻ ദേവനാരായണന്റെ മൃതദേഹമാണ് തോട്ടപ്പള്ളി സ്പിൽവേക്ക് സമീപം പൊഴിയിൽ നിന്നും കണ്ടെത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് ദേവനാരായണൻ സുഹൃത്തുക്കളുമൊത്ത് തോട്ടപ്പള്ളിയിലെത്തിയത്. പൊഴിഭാഗത്ത് കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. തുടർന്ന് തോട്ടപ്പള്ളി കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം ലഭിച്ചിരുന്നില്ല. ചൊവ്വാഴ്ച രാവിലെ വിശദമായി നടന്ന തെരച്ചിലിൽ തോട്ടപ്പള്ളി സ്പിൽവേ പാലത്തിന്റെ അടിയിൽ നിന്നും കോസ്റ്റൽ പോലീസ് ദേവനാരായണന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് മൃതദേഹം വള്ളത്തിലെത്തിച്ച് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. CD നെറ്റ് ന്യൂസ്, ഹരിപ്പാട്. ഹരിപ്പാട് ഗാന്ധിഭവൻ സ്നേഹവീടിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നടത്തിയ 5 ദിവസത്തെ അവധിക്കാല പഠന ക്യാമ്പ് സമാപിച്ചു. ചടങ്ങിൽ കുട്ടികൾ തങ്ങളുടെ മുടി മുറിച്ച് ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മാണത്തിനായി നൽകിയത് വേറിട്ട അനുഭവമായി. ഹരിപ്പാട് ഗാന്ധിഭവൻ സ്നേഹവീടിന്റെ നേതൃത്വത്തിൽ കുട്ടികളിൽ വിവിധ അറിവുകൾ പകർന്നു നൽകുവാനും മാതാപിതാ ഗുരു ദൈവം എന്ന സന്ദേശം വളർന്നുവരുന്ന തലമുറയിൽ എത്തിക്കാനുമായി സംഘടിപ്പിച്ച 5 ദിവസത്തെ അവധിക്കാല പഠന ക്യാമ്പ് സമാപിച്ചു. അവധിക്കാല പഠന ക്യാമ്പിന്റെ സമാപന ഉദ്ഘാടനം ഗാന്ധിഭവൻ ഡയറക്ടർ ഡോക്ടർ പുനലൂർ സോമരാജൻ നിർവഹിച്ചു. ഡോക്ടർ സുജിത്, എഡ്വിൻ പെരേര, ബിജു മാവേലിക്കര, സിന്ധു ബാലരാമൻ, ഷാജു മാരൂർ തുടങ്ങിയവർ നയിച്ച ക്ലാസുകളിൽ ഓട്ടിസത്തെ തോൽപ്പിച്ച് കീബോർഡിൽ സംഗീത വിസ്മയമായ ഹർഷിത് കൃഷ്ണയുടെ സംഗീത വിരുന്നും നിസാം സാഗർ, ഹരി സാഗർ എന്നിവരുടെ കലാപരിപാടി നടന്നു. പ്രഭാഷ് പാലാഴി ആശംസാ പ്രസംഗം നടത്തി. ശ്രീരാമചന്ദ്രനും സംഘവും നയിച്ച കലാവിരുന്നും കുട്ടികൾക്ക് ആവേശമായി. ചടങ്ങിൽ ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കുവാനായി തൃഷ്ണ, കൃഷ്ണജ, ആദിത്യ എന്നീ കുട്ടികൾ തങ്ങളുടെ മുടി മുറിച്ച് നൽകിയത് വേറിട്ട പരിപാടിയായി. പ്രണോം ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A ശോഭ, ഗാന്ധിഭവൻ സ്നേഹവീട് ഹരിപ്പാട് ശാഖാ ഡയറക്ടർ മുഹമ്മദ് ഷമീർ, സുന്ദരം, ആയാപറമ്പ് രാമചന്ദ്രൻ, S അനില, ഷാജി ആനാരി, രാംകുമാർ, സജി വർഗീസ് എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, ഹരിപ്പാട്. കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ എറൈസ് 2022 എന്ന പേരിൽ നടത്തിയ അവധിക്കാല ക്യാമ്പ് സമാപിച്ചു. അറിവും കലയും വിനോദവും നിറച്ചുകൊണ്ടുള്ള ക്യാമ്പ് ഏറെ ശ്രദ്ധേയമായിരുന്നു. കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ എറൈസ് 2022 എന്ന പേരിൽ സംഘടിപ്പിച്ച അവധിക്കാല ക്യാമ്പ് സമാപിച്ചു. അറിവും കലയും വിനോദവും നിറച്ചുകൊണ്ടുള്ള ക്യാമ്പ് ഏറെ ശ്രദ്ധേയമായി.
ക്യാമ്പിന്റെ സമാപനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഫുഡ് ഫെസ്റ്റ് ശ്രദ്ധേയമായിരുന്നു. നാടൻ രുചിക്കൂട്ടുകളും സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളും വിദേശ രുചികളും സമന്വയിച്ച ഫുഡ് ഫെസ്റ്റ് നാവിൽ രുചിമേളം പകരുന്നതായിരുന്നു. രക്ഷകർത്താക്കളുടെ സജീവമായ സഹകരണവും ഫുഡ് ഫെസ്റ്റിന് മാറ്റുകൂട്ടി. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നിർമ്മിച്ച വിഭവങ്ങളായിരുന്നു അണിനിരത്തിയിരുന്നത്. ലഘു പലഹാരങ്ങളിലും പാനീയങ്ങളിലും വിദ്യാർത്ഥികൾ കാണിച്ച താല്പര്യം ഫുഡ് ഫെസ്റ്റിന്റെ വിജയത്തിന് മറ്റൊരു ഘടകമായി. കപ്പയും മീൻകറിയും മുതൽ കപ്സയും ബിരിയാണിയും വരെ വിളമ്പി നൽകുമ്പോൾ തങ്ങൾ തയ്യാറാക്കിയ വിഭവങ്ങൾ വിതരണം ചെയ്യുവാനായി ഓരോരുത്തരിലുമുണ്ടായ സന്തോഷം വാക്കുകൾക്ക് അതീതമായിരുന്നു. നല്ലൊരു കൂട്ടായ്മയുടെ പൂർണ്ണമായ വിജയം അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഗായത്രിയിൽ നടന്നു വന്ന ക്യാമ്പിന് സമാപനം കുറിച്ചതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. എല്ലാവരുടെയും കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ കഴിഞ്ഞ 11 ദിവസം തടസ്സങ്ങൾ കൂടാതെ നമുക്ക് വേണ്ട സമയത്ത് നടക്കേണ്ട കാര്യങ്ങൾ വലിയ കാത്തിരിപ്പുകളൊന്നുമില്ലാതെ ഏറെക്കുറെ പൂർണ്ണമായിട്ടും യഥാസമയം തുടങ്ങി യഥാസമയം തന്നെ പൂർത്തീകരിക്കാൻ പറ്റുന്ന തരത്തിലായിരുന്നു സംഘടിപ്പിക്കപ്പെട്ടത്. സ്കൂൾ ചെയർമാൻ സി ഷാജി, വൈസ് ചെയർമാൻ ഫാദർ റോയി ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CD നെറ്റ് ന്യൂസ്, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. വ്രതപുണ്യത്തിന്റെ നിറവിൽ ചെറിയ പെരുന്നാൾ. വിശ്വാസികൾ ഈദുൽ ഫിത്തറിനെ പ്രാർത്ഥനാ നിർഭരമാക്കി. കായംകുളത്തുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത ഈദ്ഗാഹ്. ചെറിയ പെരുന്നാൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി നാടെങ്ങും വിവിധ സംഘടനകൾ രംഗത്ത്. SFI ജില്ലാ സമ്മേളനം ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കായംകുളത്ത്. പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു ഉദ്ഘാടനം ചെയ്യും. തോട്ടപ്പള്ളിപ്പൊഴിയിൽ കുളിക്കുന്നതിനിടെ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് കായംകുളം പുള്ളിക്കണക്ക് സ്വദേശി ദേവനാരായണൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.